100 രൂപയുടെ ബസുമതി അരി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലോ അല്ലെങ്കിൽ വേറെ നമ്മൾ വീട്ടിൽ കഴിക്കാനാണെങ്കിലും എപ്പോഴാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റൈസാണ്, ചോറാണ്. നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന മസാലകളാണ് കേട്ടോ നമ്മളിത് ചേർത്തിട്ടുള്ളത്. വേറെ ഒരുപാട് മസാലകളൊന്നും വേണ്ട. അപ്പോൾ ഇത് ചിക്കൻ എടുത്തിട്ട് ചിക്കനിക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നാരങ്ങ നീര് വേണ്ടവർക്ക് അതും, തൈര് ഇടുന്നവർക്ക് തൈരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. സാധാ നമ്മൾ മുളക് തിരുമ്മി നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലത്തെ മസാല ഇതിലേക്ക് വന്നോളൂ. കാരണം ജസ്റ്റ് ഒന്ന് പൊരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അങ്ങനെ അത് കുഴച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പൊരിക്കാനും കൂടിയിട്ടുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യക്ക് നമുക്ക് ഒരു സവോളനെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി അങ്ങോട്ട് ചുവന്ന കളറാവുന്ന ടൈമിൽ നമുക്ക് ഇതുകൊണ്ട് മാറ്റി വെക്കാം. മാറ്റിയതിൻ്റെ ശേഷമാണ് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ നല്ല ചുവന്ന കളറായിക്കണ്. അതിന് വേഗം തന്നെ അത് കോരി പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിന് മാറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് മസാലകളൊന്നും വേണ്ട. നല്ല രസമാണ് കഴിക്കാനും കേട്ടോ. അങ്ങനെ നമ്മളത് ഒരു ട്രിപ്പ് പൊരിച്ചിരിക്കണം. അങ്ങനെ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങോട്ട് വെന്ത് കിട്ടണം. നമ്മൾ മസാലയിൽ കിടന്നിട്ട് പിന്നെ ചിക്കൻ വേഗില്ല. നമ്മൾ പൊരിക്കണ ആ ഒരു വേഗം തന്നെ വേണം. അങ്ങനെ അത് മാറ്റിയതിൻ്റെ ശേഷം നമ്മളിത് മസാല ഉണ്ടാക്കാനായിട്ട് കുക്കറാണ് വെച്ചിട്ടുള്ളത്. കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ആ ഓയിൽ മതിയാവും, നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതേ അതിലേക്ക് ഒരു സവോളനെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കൂട്ടുകളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചിക്കനിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടായിരുന്ന ആ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10ഓളം വരുന്ന വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയുടെ ഇല, പിന്നെ ഇതേ 2 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ട് വരണം. അരച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനായി ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ചോറിലേക്ക് എടുക്കുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ അത് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എരിവൊക്കെ കൂടുതലാകും. അപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് വന്ന മസാലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടി അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. വേറെ ഒരു പൊടി നമ്മൾ ചേർത്തണില്ല. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി അതിലേക്ക് ഇടുകയാണ്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി കൊണ്ട് ലോ ഫ്ലെയിമാക്കി വെച്ച് കഴിഞ്ഞാൽ മസാല ഒക്കെ ആ ചിക്കനിലേക്ക് കണ്ട് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ഗ്ലാസ്സോളം തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊരിച്ച ഉള്ളി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ മസാലക്കൂട്ട് റെഡി ആക്കിയിട്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പു ഏലക്കായ അതുപോലെ തക്കോലം, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പാകത്തിനുള്ള ഉപ്പ്, 2 സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിത് അരിനെ വാര വെച്ചത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 5-6 തിളക്കുമ്പോൾ തന്നെ നമ്മൾ ചോറ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് ഞാനെടുത്ത് നോക്കുന്ന ടൈമിൽ ചോറ് വെന്തിട്ടുണ്ട്. ഒന്നിനൊന്നും ഒട്ടണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓയിൽ ഒഴിച്ച കാരണം ഒട്ടണമൊന്നുമില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ ഞാനിത് വേഗം തന്നെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മളെ മസാലയിലേക്ക് ഈ ചോറിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഊറ്റിയെടുത്ത ചോറ് ഈ മസാലയിലേക്ക് കണ്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തരാണ്ട് വിസിലാക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ നെയ്യ് 1 സ്പൂണും അതുപോലെ പാലും മഞ്ഞൾപ്പൊടിയും കലക്കിയ ആ ഒരു വെള്ളമാണ് കേട്ടോ, പാല് വെള്ളം. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ദമ്മാക്കാൻ വേണ്ടിയൊക്കെ ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. ഇതിൻ്റെ കൂടെ കുറച്ച് തീക്കണലിട്ടിട്ട് നമുക്ക് പുകയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ ചോറ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്തതാണ്. ഇനി നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം, വിളമ്പാട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.